ഇന്ന് നമ്മൾ ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങിനായി ഇറങ്ങിയതാണ് കേട്ടോ. അങ്ങനെ തൃശ്ശൂർ പോയി സാധനങ്ങളൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയപ്പോൾ തന്നെ ഉച്ചയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും ഭക്ഷണം കഴിച്ചിട്ട് കയറാമെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ പിന്നെ വിശപ്പാവും കേട്ടോ. അങ്ങനെ നമ്മൾ മന്തിയാണ് കേട്ടോ ഞാനും അച്ഛമോനും പാറമോളും പറഞ്ഞത്. ശ്രീജോട്ടൻ പിന്നെ ഒരു ബിരിയാണിയാണ് പറഞ്ഞത്. അതൊക്കെ കഴിച്ചതിന് ശേഷം നമ്മളിതാ സാധനങ്ങൾ വാങ്ങാനായിട്ട് ഇറങ്ങി തുടങ്ങിയിട്ട് എന്തൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐറ്റംസ് ആണെന്ന് പറയാൻ നമുക്ക് കാണാൻ പറ്റുക. പക്ഷെ ഞാൻ പാറുവിനോട് പറയും ഇങ്ങനത്തെ ഒന്നും എടുക്കരുത്, ക്ലാസ്സിലിരുന്ന് കളിക്കുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ആദ്യം തന്നെ വാട്ടർ ബോട്ടിൽ ലഞ്ച് ബോക്സ് ഒക്കെ മേടിക്കാനായിട്ട് ഇറങ്ങുകയാണ്. പാറുവിന് മാത്രമേ വാട്ടർ ബോട്ടിലും ലഞ്ച് ബോക്സ് ഒക്കെ വേണ്ട കേട്ടോ. എനിക്കും അച്ചുമോനൊക്കെ ഉണ്ട്. പിന്നെ അച്ചുമോൻ വാട്ടർ ബോട്ടിൽ വെള്ളം കൊണ്ടുപോയില്ല, എത്ര പറഞ്ഞാലും സ്കൂളിൽ വെള്ളം ഉണ്ട് എന്ന് പറയും. പിന്നെ ബുക്ക് കാരണം ബാഗിന് ഭയങ്കര വെയിറ്റ് ആണ് കേട്ടോ. അങ്ങനെ ഈ സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ട് പാറുവിന് പിന്നെ പൗച്ച് മതി എന്ന് പറഞ്ഞ് പൗച്ച് വാങ്ങിച്ചു. പിന്നെ ലഞ്ച് ബോക്സ്, സ്നാക്സ് ബോക്സ്, വാട്ടർ ബോട്ടിലൊക്കെ പാറുമോൾക്ക് മേടിച്ചു കേട്ടോ. ശ്രീജേട്ടൻ ഇവിടെ കടയിൽ നിന്ന് എന്തോ മെസ്സേജ് വന്നിട്ട് അതിരുന്ന് നോക്കുന്നതാണ് കേട്ടോ. അപ്പം അച്ചുമോൻ പറയാം ബിസിനസ് തിരക്കാണ് അമ്മ അച്ഛനെന്ന്, എൻ്റെ അമ്മു. അപ്പോൾ പിന്നെ അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അതൊക്കെ കഴിഞ്ഞ് എന്താ പറയുക, ഓണത്തിനിടയ്ക്ക് പുട്ട് കച്ചവടം മാർക്കറ്റിലേക്ക് എന്തോ ആവശ്യത്തിന് അവിടെയും ഞങ്ങൾ പോയി കഴിച്ചു. അങ്ങനെ തിരിച്ചു വരുമ്പോഴേക്കും വയ്യാണ്ടായിട്ടോ. പിന്നെ നമുക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു, പക്ഷെ എല്ലായിടത്തും ഭയങ്കര തിരക്ക്. അതുകൊണ്ട് ഇതേ തിരിച്ചു വരുന്ന വഴിക്ക് എല്ലാവർക്കും ക്ഷീണമായപ്പോൾ ഒരു സർബത്തും മുട്ടബജിയും കഴിച്ചു. മുട്ടബജി ആവേശത്തിലെടുത്ത് കഴിച്ചിട്ട് ശ്രീജൻ്റെ വായ പൊള്ളി കേട്ടോ. അതാണ് ആ ഒരു എക്സ്പ്രഷൻ നിങ്ങൾ കണ്ടത്. അങ്ങനെ അവസാനത്തെ അതൊക്കെ കഴിച്ചു. പാറമോൾ ഇവിടെ ഷെയ്ക്കിനായിട്ട് വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങളുടെ സർബത്ത് വന്ന് കുടിക്കുമ്പോൾ പാറമോൾക്ക് ഒരു വിഷമം. അങ്ങനെ ഞാൻ കുറച്ച് സർബത്ത് കൊടുത്തു. അങ്ങനെ പാറമോളുടെ ഷെയ്ക്കും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്നു. ഇനി പാറമോളുടെ ബുക്കൊക്കെ പൊതിയാണ് കേട്ടോ. അങ്ങനെ എല്ലാ ബുക്കും ഞാൻ പൊതിഞ്ഞു കൊടുത്തേ. നോട്ട് ബുക്ക് പിന്നെ പൊതിയണ്ട, അവരുടെ സ്കൂളിൻ്റെ പ്രിൻ്റ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് പൊതിഞ്ഞില്ല. ബാക്കി എല്ലാ ടെക്സ്റ്റ് ബുക്കും പൊതിഞ്ഞു. ഇനി നമുക്ക് ജൂൺ 1 മുതൽ സ്കൂളിൽ പോയി തുടങ്ങാം. അപ്പോൾ എന്തായാലും സ്കൂൾ ഷോപ്പിങ്ങിൻ്റെ ലോങ് വീഡിയോ വരുന്നുണ്ട് കേട്ടോ, കാണാൻ മറക്കരുതേ.